ഉച്ചയോടെയാണ് KSRTCയുടെ 4 റീജിയണൽ വർക്ക്ഷോപ്പുകളിലെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറത്തുവന്നത്. മാവേലിക്കര റീജിയണൽ വർക്ക്ഷോപ്പിൽ 65 പേരെയും ആലുവ, എടപ്പാൾ എന്നിവിടങ്ങളിൽ 55 പേരെ വീതവും കോഴിക്കോട്ട് 35 താൽക്കാലിക ജീവനക്കാരെയുമാണ് പിരിച്ചുവിട്ടത്. രാവിലെ ജോലിക്കെത്തിയ ജീവനക്കാരോട് ഉച്ചയ്ക്ക് ശേഷം ജോലിയിൽ പ്രവേശിക്കേണ്ടെന്ന് അറിയിക്കുകയായിരുന്നു. റീജിയണൽ വർക്ക്ഷോപ്പ് മാനേജർമാരുമായി ചർച്ച നടത്തിയെങ്കിലും തീരുമാനം KSRTC മാനേജ്മെന്റിൻ്റെതാണെന്ന വിശദീകരണമാണ് ജീവനക്കാർക്ക് ലഭിച്ചത്. 10 വർഷത്തിലധികമായി ജോലി ചെയ്യുന്നവർ, ഭിന്നശേഷിക്കാർ അടക്കമുള്ളവരെയാണ് ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത്. നോട്ടീസ് പോലും നൽകാതെ പിരിച്ചുവിട്ടത് ക്രൂരതയാണെന്ന് ജീവനക്കാർ പറയുന്നു. പിന്നെ സ്ഥിരം ജീവനക്കാർ കൂടി ജോലിയിൽ ഭീഷണിയുണ്ട്. അത് കാരണം താൽക്കാലിക ജീവനക്കാരെ മാറ്റി നിർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതെന്നാണ് സൂചന. KSRTCയുടെ വർക്ക്ഷോപ്പുകളിൽ ഒറ്റ ഡ്യൂട്ടി സമ്പ്രദായം നടപ്പാക്കിയിരുന്നു. ഒറ്റ ഡ്യൂട്ടി സമ്പ്രദായം നടപ്പാക്കിയത് മൂലം സ്ഥിരം ജീവനക്കാർക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടി കൂടിയാണ് താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതെന്നും ആക്ഷേപമുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാനും സാധ്യതയുണ്ട്. അതേസമയം ശാസ്ത്രികളുടെ ലഭ്യതക്കുറവ് മൂലം വർക്ക്ഷോപ്പുകളിൽ ബസ് ബോഡി നിർമ്മാണം നടക്കുന്നില്ലെന്നും അതിനാലാണ് താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതെന്നുമാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. എന്നാൽ ജീവനക്കാരെ പിരിച്ചുവിട്ട നടപടി അംഗീകരിക്കില്ലെന്നും മാനേജ്മെന്റ് നടപടിക്കെതിരെ ശക്തമായ സമരം നടത്തുമെന്നും തൊഴിലാളി സംഘടനകൾ അറിയിച്ചു. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.